വൈഷ്ണവ് ENK 2026 ജെയ് അഡ്വാൻസ്ഡ് എക്സാമിൽ കേരളത്തിലെ ടോപ്പേഴ്സിൽ ഒരാളായി മാറിയിരിക്കുകയാണ് വൈഷ്ണവ് ENK. തൃശൂർ നാട്ടിക സ്വദേശിയായ വൈഷ്ണവ് കൃതീഷ് ENKയുടെയും സന്ധ്യ കൃതീഷിന്റെയും മകനാണ്. തൃശൂരിലെ ദേവമാത CMI പബ്ലിക് സ്കൂളിൽ +1+2 പഠനത്തോടൊപ്പം ബ്രില്യന്റിന്റെ IIT എയിംസ് 2-year ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെയാണ് വൈഷ്ണവ് ജെയ് അഡ്വാൻസ്ഡ് എക്സാമിനായുള്ള എൻട്രൻസ് കോച്ചിങ് നേടിയെടുത്തത്. ജെയ് അഡ്വാൻസ്ഡ് എക്സാമിൽ മാത്രമല്ല 2026 ജെയ് മെയിൻ ഫസ്റ്റ് സെഷൻ എക്സാമിലും കേരള ഫസ്റ്റ് റാങ്കും ഓൾ ഇന്ത്യ 454 റാങ്കും കരസ്ഥമാക്കിയ മിടുക്കൻ കൂടിയാണ് വൈഷ്ണവ് ENK. അഭിമാനകരമായ ഈ നേട്ടം എങ്ങനെയാണ് വൈഷ്ണവ് കൈവരിച്ചതെന്ന് വൈഷ്ണവിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേൾക്കാം. ഹായ് ഓൾ, ജെയ് അഡ്വാൻസ്ഡ് 2026 റിസൾട്ടുകൾ വന്നപ്പോൾ കേരള ടോപ്പറായി മാറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം വൈഷ്ണവ് ENK. സോ വൈഷ്ണവ്, വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻസ്. കാരണം ജെയ് മേ സെഷൻ 1 ടോപ്പറും കൂടിയായിരുന്നു, അതായത് കേരള ടോപ്പറും കൂടിയായിരുന്നു വൈഷ്ണവ്. അപ്പോൾ അന്ന് നമ്മളൊരു ഇൻ്റർവ്യൂ എടുത്താണ്, അപ്പോൾ വീണ്ടും നമ്മൾ വൈഷ്ണവിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. സോ വൈഷ്ണവ്, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ എത്ര വലിയൊരു വിജയം, ജെയ് മെയിനേക്കാൾ ഒരുപാട് എന്താ പറയുക, നമുക്കൊരു ആവേശം നൽകുന്ന ഒരു വിജയമാണ്. അപ്പോൾ എന്ത് തോന്നുന്നു? Honestly, I'm feeling very proud and happy. എൻ്റെ 2 yearsൻ്റെ ഹാർഡ് വർക്ക് റീപേ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ജെയ് മെയ് സെഷൻ 1 കേരള ടോപ്പർ ഇപ്പോഴും ആ ഒരു എന്താ പറയുക ലെവലിൽ നമ്മൾ ഒരു പടി പോലും താഴോട്ട് മാറിയിട്ടില്ല. കാരണം അത്ര എഫേർട്ട് ഇട്ടുകൊണ്ടാണ് ജെയ് അഡ്വാൻസ്ഡിലും, നമുക്കറിയാം ജെയ് അഡ്വാൻസ് എന്ന് പറയുമ്പോൾ തന്നെ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ടഫസ്റ്റ് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു വൈഷ്ണവിൻ്റെ ഒരു അപ്രോച്ച് ഇതിൻ്റെ ഒരു പഠനം? ഓണസ്റ്റ്ലി എൻ്റെ ജൂനിയേഴ്സും ചോദിക്കാറുണ്ട്, ലൈക്ക് നമ്മൾ ആദ്യം തന്നെ ജെയ് അഡ്വാൻസിന് വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ജെയ് മെയിൻസ് വേണ്ടിയിട്ടാണോ? നമുക്ക് 2 years അല്ലോ, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഇതിനെക്കാട്ടും മുമ്പ് തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. സോ ഡെഫിനറ്റ്ലി ജെയ് അഡ്വാൻസ്ഡ് ലെവൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഡീപ്പായിട്ട് പഠിക്കണം, എല്ലാ ചാപ്റ്റേഴ്സും ഡീപ്പായി തന്നെ കോൺസെപ്ച്വലി പഠിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ജെയ് മെയിൻസ് ലൈക്ക് ഒരു ഡിസംബർ ജനുവരി ആകുമ്പോഴേക്കും അതിന് വേണ്ടി ട്യൂൺ ചെയ്ത് പഠിക്കാം. വൈഷ്ണവ്, ഒന്ന് ലൈക്ക് താങ്കളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് വാട്ട് യു ഫീൽ ഇസ് എ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ജെയ് മെയിൻ ആൻഡ് ജെയ് അഡ്വാൻസ്ഡ്? ലൈക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു പഠനത്തിൻ്റെ ആ ഒരു അപ്രോച്ച് ആയിക്കോട്ടെ, വാട്ട് യു ഫീൽ ഇസ് ഡിഫറൻസ്? മെയിൻ ഡിഫറൻസ് predictability of the questions. Like ജെയ് മെയിൻസിൽ ലൈക്ക് വി ക്യാൻ പ്രെഡിക്റ്റ് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. സോ അതിന് വേണ്ടി മാത്രമായിട്ട് റോട്ടായി പഠിക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻസ് തന്നെ ആ പാറ്റേൺ ഒക്കെ പഠിച്ചു വെക്കാം. ഓക്കെ. ജെയ് അഡ്വാൻസ് അതെല്ലാം ഒരു സർപ്രൈസ് ആയിരിക്കും. ഓക്കെ. സോ പിന്നെ നമ്മുടെ ഇറ്റ്സ് 6-hour എക്സാം, റൈറ്റ്? സോ ലൈക്ക് നമ്മുടെ ഫിസിക്കൽ ടൂളും അതെടുക്കും, മെൻ്റൽ ടൂൾ അല്ലാതും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും ജെയ് അഡ്വാൻസിൽ. ഓക്കെ, സോ ജെയ് മെയിൻ ഈസ് നമ്മൾ ജെയ് അഡ്വാൻസ്ഡായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ജെയ് മെയിൻ വുഡ് ബി മച്ച് ഈസിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ജെയ് അഡ്വാൻസ്ഡിൻ്റെ അത്രയും ആ ഒരു എഫേർട്ടിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് വൈഷ്ണവിന്? ഓണസ്റ്റ്ലി ലൈക്ക് എനിക്ക് പണ്ടേ തൊട്ട് ഈ കരിയറിനടുത്ത് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ലൈക്ക് ഈ എൻട്രൻസിന് പാത്തിക്ക് വിറ്റത് എൻ്റെ അമ്മ തന്നെയാണ്. ഓക്കെ, എൻ്റെ അമ്മയുടെ ഗൈഡൻസ് കൂടിയാണ്. പിന്നെ ബ്രില്യൻറ്റിൻ്റെ ടീമും അവിടുത്തെ ക്ലാസ് ടീച്ചേഴ്സും പ്രൊഫസേഴ്സും എല്ലാവരും, പിന്നെ എൻ്റെ പിയർ ഗ്രൂപ്പും ഫ്രണ്ട്സൊക്കെയും എല്ലാം ഡെഫിനറ്റ്ലി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ജേർണിയിൽ. ഓക്കെ, അപ്പോൾ ബ്രില്യൻറ്റിലെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ടീച്ചേഴ്സ് ഉണ്ട്, നമ്മുടെ ക്ലാസ് ടീച്ചറുണ്ട്, കോർഡിനേറ്റേഴ്സ് ഉണ്ട്, അവരോടൊക്കെ എന്താണ് പേഴ്സണലി പറയാനുള്ളത്? അവരെന്നെ നല്ല ഗൈഡൻസ് തന്നിട്ടുണ്ട്, അവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ മിസ്റ്റേക്സ് ഉണ്ടാകുമ്പോൾ അത് പോയിൻ്റ് ഔട്ട് ചെയ്യാറുണ്ട്, പിന്നെ സജഷൻസ് ഒക്കെ തരാറുണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിൽ ലൈക്ക് ഈ അറിവൊന്നും ഉണ്ടാവേണ്ടില്ല. സോ ലൈക്ക് അവരുടെ ഗൈഡൻസ് ഇൻവാല്യുബിൾ ആയിരുന്നു. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഇത് വൈഷ്ണവിന് ലഭിച്ച ഒരു മെൻ്റൽ സപ്പോർട്ടും കൂടെയാണ് അല്ലേ? ഇത്രയും ആൾക്കാരുടെ ഒരു കമ്പൈൻഡ് എഫേർട്ടാണ് നമുക്ക് ഈ ഒരു വിജയം നൽകിയിരിക്കുന്നത്. അതല്ലാണ്ട് വൈഷ്ണവ് തന്നെ ഇൻഡിവിജ്വലായിട്ട് എഫേർട്ട് ഇടേണ്ട കുറച്ച് മേഖലകളുണ്ട്, ലൈക്ക് ദ ടൈം ദാറ്റ് യു ആർ സ്പെൻഡിങ്, അതുപോലെ എന്താ പറയുക എഴുതേണ്ട മോഡൽ എക്സാമ്പിൾ എഴുതുന്നുണ്ട്, ബുക്സ് റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രൊഫസേഴ്സുമായിട്ട് അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയായിരുന്നു നമ്മുടെ ബ്രില്യൻറ്റിലെ ട്യൂട്ടേഴ്സൊക്കെ ആയിട്ട് പറയുമ്പോൾ? ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ഞാൻ ആദ്യം അതാ ചെയ്യാറ്. പിന്നെ ഐ ജംപ് ടു പ്രീവിയസ് ഇയേഴ്സ് ആണ് ഒരു ആസ്പിറൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ്. സോ അതെല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഈ എക്സാംസൊക്കെ എഴുതിയത്. പിന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഫസേഴ്സിന് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെയല്ല, സ്റ്റാഫ് റൂമിന് പുറത്തും ലൈക്ക് വാട്സപ്പിലൊക്കെ ആണെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരും. നമ്മൾ ഏത് ടൈമും അവർ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമെന്ന് പറഞ്ഞു. ഐ തിങ്ക് യു ആർ ടോക്കിംഗ് അബൌട്ട് ഇ ലേണിംഗ് ആപ്ലിക്കേഷൻ. ഓക്കെ, വേറെ ഏതെങ്കിലും സോഴ്സ് ഉണ്ടായിരുന്നു? അത് ഇ ലേണിംഗ് ആപ്പിൽ തന്നെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ആയിരുന്നോ? ഇ ലേണിംഗ് ആപ്പിൽ
ലൈക്ക് ടൈം ലിമിറ്റുള്ള എക്സാംസ് ഉണ്ട്. ടൈം മാനേജ്മെന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ലൈക്ക് അത് ഈ ലേണിംഗ് ആപ്പിലത്തെ എക്സാംസ് വെരി ഹെൽപ്ഫുൾ തന്നെയായിരുന്നു. ഓക്കെ, ഈ ജെ അഡ്വാൻസ്ഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത്ര മണിക്കൂർ നമ്മൾ ഇരുന്ന് എക്സാം എഴുതുവാണ് എന്നുള്ളത്. സോ അതിനായിട്ടുള്ളൊരു മെൻ്റൽ പ്രിപ്പറേഷൻ തീർച്ചയായിട്ടും വേണം. അല്ലാണ്ട് ഇന്നലെ പഠിച്ചിട്ട് എന്നാ ഇത് എഴുതിയേക്കാന്ന് ചോദിച്ചാൽ നമ്മൾ മടുത്തു പോകത്തേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു മെൻ്റൽ വെൽബീയിങ്ങിലേക്ക് എങ്ങനെയാണ് വൈഷ്ണവ് എത്തിയത്? ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് ഓക്കെ ഇത്ര മണിക്കൂറുള്ള എക്സാമാണ്, ഐ എം ഗോയിങ് ടു ഡു ദാറ്റ് എന്ന ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ബ്രില്യൻ്റ് ഒത്തിരി 6 hour എക്സാം വെച്ചിരുന്നു ജെ അഡ്വാൻസിന് പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലൈക്ക് നോട്ട് ടു മച്ച്. അവർ നമുക്ക് റെസ്റ്റ് ആൻഡ് ഗ്യാപ്പ് ഒക്കെ തന്നിരുന്നു. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ടൈം അവർ നമുക്ക് തന്നിരുന്നു. സോ ലൈക്ക് വെൽ ബാലൻസ്ഡ് ആയിരുന്നു. ലൈക്ക് അടുപ്പിച്ച് അവസാനത്തെ 3 ദിവസം അത് അടുപ്പിച്ച് എക്സാം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അതിന് മുമ്പുള്ള എക്സാംസ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, 2 ദിവസം ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവുമായിരുന്നു. സോ ലൈക്ക് നമുക്ക് നമ്മുടെ മിസ്റ്റേക്സ് റിഫ്ലക്ട് ചെയ്യുന്ന ടൈം തരും. അത് വെരി ഇമ്പോർട്ടൻ്റ് ആവും. ഓക്കെ, ഈ മോഡൽ എക്സാമിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് മിസ്റ്റേക്സ് ഉണ്ടാകുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ അശ്രദ്ധ മൂലം വരുന്ന മിസ്റ്റേക്കും ആകാം, അല്ലെങ്കിൽ അത്ര ടഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റതുമായിരിക്കും. എന്നിരുന്നാലും നമ്മുടെ ആ ഒരു ഇപ്പോൾ ഈ പറഞ്ഞൊരു 2 year ജേണിയിൽ ചിലപ്പോൾ നമ്മുടെ മാർക്ക് കുറഞ്ഞു പോകാം. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് ചെറിയ വിഷമങ്ങളൊക്കെ വരും ഇല്ലേ? അങ്ങനത്തെ അനുഭവങ്ങൾ വൈഷ്ണവിന് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയാണ് തിരിച്ച് കയറി വന്നത്? ആദ്യം +1 മാർക്ക് കുറയുമ്പോൾ വല്ലാത്ത വിഷമം അവരുണ്ട്. ഓക്കെ, ലൈക്ക് അപ്പോൾ എല്ലാവരും പ്രൂവ് ചെയ്യണം ഐ ക്യാൻ ബൗൺസ് ബാക്ക്. സോ അത് വാശിയോടെ തന്നെ പഠിച്ചു തരും. വാശിയാണ് മെയിൻ. ആ വാശി ഉണ്ടെങ്കിലേ നമുക്കൊരു എന്താ പറയുക പുഷ് ഫോർവേഡ് ചെയ്യാനുള്ളൊരു സാധനം കിട്ടത്തുള്ളൂ. ഓക്കെ, ജെയ് മെയിൻ്റെ റിസൾട്ടിൻ്റെ അന്ന് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ വൈഷ്ണവിനോട് ഒരു കാര്യം ചോദിച്ചായിരുന്നു, ലൈക്ക് വാട്ട് ഈസ് യുവർ ഡ്രീം കരിയർ, ഡ്രീം ക്യാമ്പസ് എന്നൊക്കെ. അപ്പോൾ അന്ന് വൈഷ്ണവ് പറഞ്ഞത് IIT മദ്രാസിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ആൻഡ് യുവർ ഡ്രീം ആംബിഷൻ വാസ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പോൾ ആ ദിശയിലേക്ക് തന്നെയാണോ പോക്ക്? തീർച്ചയായിട്ടും. ഓക്കെ, മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു മേഖല എന്ന് വൈഷ്ണവ് നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നുകൂടി നമ്മുടെ ഓഡിയൻസിനായിട്ട് എന്തുകൊണ്ടാണ് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഏരിയ തിരഞ്ഞെടുക്കാൻ കാരണം? അത് ചെറുപ്പം തൊട്ട് തന്നെ സ്റ്റെം സബ്ജക്ട്സിനോടാണ് ഇഷ്ടം. ഓക്കെ, ഒരു പൈലറ്റ് ആവാനാണ് ഇഷ്ടം. എയർക്രാഫ്റ്റ്സും ആ ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് എനിക്ക് താല്പര്യം. ഓക്കെ, സോ അതുണ്ടാക്കാൻ ആ ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്ത് ഫോളോ ചെയ്യണമെന്നായിരുന്നു എൻ്റെ എൽഡേഴ്സും പിന്നെ ഫ്രണ്ട്സും പറഞ്ഞിരുന്നത്. ഓക്കെ, അവരെ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ഈ വഴിക്ക് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഒരു എയിം എന്ന് പറഞ്ഞ സെറ്റാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറയാൻ ജെ അഡ്വാൻസ്ഡ് ആ എയിമിലേക്ക് എത്താനുള്ള ഒരു എന്താ പറയുക ഒരു ഡോർവേ തുറന്ന് തന്നു എന്നതേ ഉള്ളൂ. ഇനിയാണ് നമ്മുടെ അതിലേക്കുള്ള യാത്ര, ശരിക്കുള്ള യാത്ര തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വൈഷ്ണവ് ആ ഒരു യാത്ര തുടരട്ടെ. വൈഷ്ണവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മളോടൊപ്പം വൈഷ്ണവിൻ്റെ പേരൻസും കൂടെയുണ്ട്. അപ്പോൾ പേരൻസിനും എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വൈഷ്ണവിൻ്റെ ഫാമിലി മൊത്തത്തിൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ സാർ ചെറിയതായിട്ട് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താവോ? ഞാൻ വൈഷ്ണവിൻ്റെ അച്ഛനാണ്. എൻ്റെ പേര് കൃതീഷ് എന്നാണ്. ഞാൻ അതിഥി എന്ന് പറഞ്ഞിട്ട് ഈ ഭിന്നശേഷിക്കാർ ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡറുള്ള കുട്ടികൾക്ക് ആയുർവേദവും മോഡേൺ തെറാപ്പിയും കൂടിയിട്ടുള്ള ഒരു 9 സെൻറ്റർ ഉണ്ട് ഞങ്ങൾ കേരളത്തിൽ. അതിൻ്റെ CEO ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇത് ഭാര്യയാണ്, വൈഷ്ണവിൻ്റെ അമ്മ സന്ധ്യ. അത് വൈഷ്ണവിൻ്റെ അനിയനാണ് കാർത്തിക്. അച്ഛൻ്റെ അച്ഛനാണ് വൈഷ്ണവിൻ്റെ അച്ചാച്ചൻ, അച്ഛമ്മ ENR കൃഷ്ണൻ, സുനീതി. വൈഷ്ണവിനെ സംബന്ധിച്ച് പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അഭിമാനമാണ് അവനെ പറ്റിയിട്ട്. കാരണം ഞങ്ങൾ ഇതുവരെ അവനൊരു പ്രഷർ ഞങ്ങൾ കൊടുത്തിട്ടില്ല. അവന് ഫുൾ ഫ്രീഡാണ്, സ്കോട്ട് ഫ്രീ. അവനെന്താണെന്ന് വെച്ചാൽ അവന് തിരഞ്ഞെടുക്കുക. ആ രീതിയിലാണ് നമ്മളവനെ വിട്ടിട്ടുള്ളത്. ആ ഒരു വിശ്വാസം അവൻ എപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുമുണ്ട്. അവനോടൊപ്പം തന്നെ അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾ കൊടുക്കേണ്ടത് ബ്രില്യൻറ്റിനാണ്. കാരണം അവരുടെ കൃത്യമായിട്ടുള്ള പഠന രീതികളും അവർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങളെല്ലാം അവനെ ഈ വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മാം, ഇന്ത്യയിലെ തന്നെ ഓർ ഇഫ് നോട്ട് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാംസ് ആണ് ജെ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു എക്സാംസിൽ ഇത്ര വലിയൊരു ലൈക്ക് കേരള ടോപ്പർ തന്നെ ആയിരിക്കുകയാണ് വൈഷ്ണവ്. അപ്പോൾ എന്താണ് ഒരു നിമിഷം പറയാനുള്ളത്? സന്തോഷമുണ്ട്. അവൻ അതിന് വേണ്ടിയിട്ട് ആണ് അവൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടിരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് എത്താനായിട്ട്. അപ്പോൾ അതവന് കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ട്. ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ് കിട്ടിയത് കൊണ്ടാണ് അവന് ഇത്രയും നല്ല സ്കോർ മേടിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ മാം എടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ് കോർഡിനേറ്റേഴ്സിൻ്റെ. കാരണം ലൈക്ക് ഡേ ടു ഡേ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് അതുപോലെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നവരാണ് നമ്മുടെ ബ്രില്യൻറ്റിലെ കോർഡിനേറ്റേഴ്സ് എന്ന് പറഞ്ഞത്. അവരുമായിട്ടുള്ള നിങ്ങളുടെ ഇൻട്രാക്ഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അത് വളരെ നല്ലതായിരുന്നു. കാരണം കുറേ കാര്യങ്ങൾക്ക് നമ്മൾ അവരെ വിളിക്കുന്നുണ്ടല്ലോ. പിന്നെ ഹോസ്റ്റലിലാണ് നിന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി കാണുന്ന ഒരു കാര്യം നമുക്ക് അങ്ങനെ അറിയൊന്നുമില്ലല്ലോ. പിന്നെ ഒരു പ്രാവശ്യം കോൾ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ അവരുടെ കാര്യങ്ങൾ ചോദിച്ചിട്ട് മറ്റേ മെൻറ്റർ ഗോകുൽ സാറ് നമ്മളെ ആഴ്ച വിളിച്ച് ചോദിക്കും എന്താ അവൻ്റെ അഭിപ്രായം എന്താ എന്നുള്ളത്. അത് നന്നായി പോകാറുണ്ട്. പിന്നെ അവിടെയും കുഴപ്പമില്ല, നന്നായി ചെയ്യുന്നുണ്ടെന്ന് പറയും. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരെ നമുക്ക് വിളിക്കുമ്പോൾ ഒക്കെ കിട്ടും. എല്ലാ ഡൗട്ടും അവരുടെ അടുത്ത് ചോദിക്കാം, അങ്ങനെ ഒക്കെ ചെയ്യാമായിരുന്നു. നല്ല സഹകരണമായിരുന്നു. ഹോസ്റ്റലിൽ നല്ലതായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാവുമല്ലോ, എന്തായിരിക്കും ഈ പ്രായത്തിൽ പിള്ളേർ ആദ്യമായിട്ട് മാറി നിൽക്കണം. അപ്പോൾ അത് വലിയ പ്രശ്നമൊന്നുമില്ല. അവിടെ നല്ല സന്തോഷം. പിന്നെ എല്ലാവരും പഠിക്കാനാണല്ലോ കൂടുതൽ, വേറെ അനാവശ്യ സംസാരങ്ങളോ അങ്ങനെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു മൈൻഡിലുള്ളവരാണ്. എല്ലാം നല്ല രീതിക്കായിരുന്നു. പിന്നെ ദേവൻ സാറും അവരെല്ലാവരും നല്ല കമ്പനിയായിരുന്നു. അതുകൊണ്ട് പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ കംഫർട്ടബിൾ ആയിരുന്നു എല്ലാവരായിട്ടും നല്ല. ഓക്കെ. സോ വൈഷ്ണവ്, അവസാനമായി ഒന്നുകൂടെ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ആ ഒരു ആഗ്രഹം, എന്താ പറയുക, എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എന്നുള്ള ആഗ്രഹമൊക്കെ നേടിയെടുക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു മാം. ഓക്കെ. Brilliant Study Center, India's #1 coaching center for NEET and JEE.